ഒരു ബൗളിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ 4 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എണ്ണയെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലായിരുന്നോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് വരെ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം കുറച്ച് സമയം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനുള്ള സമയം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഈ സമയത്ത്. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പം ഞാനിതൊന്ന് ചിക്കൻ ഒന്ന് കുക്കായി വരണമല്ലോ, അതുകൊണ്ട് നമ്മൾ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം, അതായത് ഒരു 3/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ അതാണ് നല്ലത്. മറ്റ് പെട്ടെന്ന് കരിയാനും അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം ഒരു 3/4 ഭാഗം കുക്കായി വന്നതിന് ശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, ഇത് രണ്ടും നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളതിൻ്റെ കൺസിസ്റ്റൻസി ആണ്. നമുക്ക് ഇത്തിരി വെള്ളമൊന്നുമില്ല, ഒരു റോസ്റ്റ് ടൈപ്പ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇതുണ്ടാവുക. അവസാനമായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി അരിഞ്ഞതിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്ലൻ ചിക്കൻ റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിഡ്ലൻ ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്.